ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര വെറൈറ്റി ആയിട്ട് നമുക്ക് സ്നാക്സിനാണേലും അല്ലെങ്കിൽ രാത്രി ഡിന്നറിനൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലനായിട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കൂന്തൽ എന്ന് പറയും, കൂന്തൽ നിറച്ചത്, ചിലയിടത്ത് കണവ നിറച്ചത് എന്നൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര വെറൈറ്റിയാണ് കേട്ടോ, സിമ്പിളാണ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ കൂന്തലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ളതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ, മിക്സ് ആയിട്ടാണ്. പിന്നെ ഓവർ വലുപ്പമുള്ള കൂന്തൽ എടുക്കണ്ട കേട്ടോ, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കൂന്തലിൻ്റെ സൈഡിലുള്ള വാലും അതുപോലെ തന്നെ തലഭാഗമൊക്കെ ഇല്ല, അതൊന്നും നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട കേട്ടോ. അപ്പോൾ ഇത് 2 രീതിയിൽ ഉണ്ടാക്കും. ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ ഒരു രീതിയിൽ അതിൻ്റെ തലയും വാലും ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പം ഞാൻ ഇതാ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള അരിപ്പൊടി കൊണ്ടുള്ളൊരു ഫില്ലിങ് റെഡിയാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഫെന്നൽ സീഡ്സ്, വലിയ ജീരകയില്ല, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ക്യുമിൻ സീഡാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 8-9 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയുള്ളി സവാള കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സവാളയുടെ പകുതിയോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം. ഓവർ അരക്കാൻ പാടില്ല കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ ഒന്ന് എല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കുക എന്ന് പറയല്ലോ, ആ ഒരു രീതിയിൽ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇതാ വേറൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 2 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അത് 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂന്തലിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് അരിപ്പൊടി ഇത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ കുറക്കണേ, മാറ്റം വരുത്തണേ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ട് ആമീസിൻ്റെ, അതായത് പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്ന ഒറോട്ടിപ്പൊടിയില്ല, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന അരിപ്പൊടിയാണെങ്കിൽ നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാ അതിന് ശേഷം മിക്സിയുടെ ജാറിൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണ് അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതിയായിട്ട് തേങ്ങ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതാ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ, നല്ലൊരു മാവാക്കി മാറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾ തിളച്ച വെള്ളത്തിൽ, അതായത് പത്തിരിപ്പൊടിയൊക്കെ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നോർമൽ നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്തെടുക്കുന്ന പോലെ ഈ ഒരു ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് പൊടി വാട്ടിയെടുക്കണം കേട്ടോ. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ പച്ചവെള്ളത്തിലായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് കുഴച്ചെടുത്തിട്ട് കണ്ടില്ല, നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കൂന്തൽ നിറക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കൂന്തലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കയ്യിൽ കുറച്ച് നന്നായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുക, അല്ലെങ്കിൽ കൈ ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി അരി എടുത്തിട്ട് നേരെ നീളത്തിലായിട്ട് നമ്മളിതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുമല്ലോ, ഇങ്ങനെ ഒന്നങ്ങ് ഉരുട്ടി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കൂന്തലെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു അരി ഒന്ന് നിറച്ച് കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കൂന്തൽ നിറച്ചത് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഫ്ലോപ്പ് ആകും കേട്ടോ, പൊട്ടിപ്പോകും. നമ്മൾ വേവിക്കുന്ന സമയത്ത് നമ്മൾ കൂന്തലിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഒരിക്കലും അരി ഇതിലേക്ക് നിറയ്ക്കരുത് കേട്ടോ. കൂന്തലിൻ്റെ വലുപ്പത്തിൻ്റെ നേരെ പകുതി മാത്രമേ ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് കൂന്തൽ നന്നായിട്ട് ചുരുങ്ങും. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് പൊട്ടി പുറത്തേക്ക് വരും കേട്ടോ, പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ ഞാൻ നിറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് മാത്രമേ നിറച്ചിട്ട് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കാനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നിറക്കുന്ന സമയത്ത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ ഒരു രീതിയിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ചെറിയൊരു ഗ്യാപ്പ് കാണുന്നില്ല ഉള്ളിലോളം, അത് ഞാനത് പറഞ്ഞാൽ കുറച്ച് ഫില്ലിങ് നിറക്കുക കേട്ടോ. എന്നിട്ട് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. കാരണം അത് ചുരുങ്ങുന്ന സമയത്ത് ആ ഫില്ലിങ് പുറമേ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അവിടെ ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയുള്ള സിമ്പിളല്ല ചെയ്യാനും. കൂന്തൽ നിറച്ചത് ഒരെണ്ണ റെഡിയായി, ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇത് കൂന്തൽ മൊത്തത്തിൽ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവറായിട്ട് ഫില്ലിങ് നിറക്കാതെ ചെറിയ രീതിക്ക് നിറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റീം ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതാണ് സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേന് നമ്മൾ കുറച്ച് നിറച്ച് വെച്ചിട്ടുള്ള കൂന്തൽ മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കട്ടി കിട്ടാൻ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 to 20 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ വേവിൻ്റെ സമയം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഉള്ളിൽ അരിയും കൂടി വേവാനുണ്ടല്ലോ, അപ്പോൾ അതിൽ കൂടുതലായിട്ട് ടൈം വെക്കാറ്. അപ്പോൾ വെക്കുന്നതിനനുസരിച്ച് കൂന്തൽ ഭയങ്കര ഹാർഡായി പോകും. അറിയാമല്ലോ, ഓവർ കുക്ക് ചെയ്ത കൂന്തൽ ഭയങ്കര ഹാർഡായി പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. 15 മുതൽ 20 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് റെഡിയായി കിട്ടും.
അങ്ങനെ ഇതാ കറക്റ്റ് ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോഴാണ് ഞാൻ അടപ്പ് തുറക്കുന്നത്. കണ്ടില്ലേ, കൂന്തലൊക്കെ നന്നായിട്ട് വെന്ത് ചുരുങ്ങി വന്നില്ലേ. നമ്മൾ നേരത്തെ വെച്ച കൂന്തലാന്ന് പറയില്ലല്ലോ, അത്രയും കുഞ്ഞായി വരും. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെതിപ്പോൾ അരി ഒന്നും ഓവറായിട്ടില്ല, അതുകൊണ്ട് തന്നെ മസാല ആ ഒരു ഫില്ലിംഗ് ഒന്നും പുറമേ പോയിട്ടില്ല. അപ്പോൾ ഇതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അരി കുറച്ച് നിറക്കാൻ നോക്കാം. ഏത് ഫില്ലിംഗ് ആണോ നിങ്ങൾ വെക്കുന്നത് അത് കുറച്ച് നിറക്കാൻ നോക്കാം. അപ്പോൾ ഇതാ കൂന്തൽ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ കൂന്തൽ നിറച്ചത് ഇത് ഒന്നങ്ങ് ചൂടാറിയതിന് ശേഷം നമുക്കിനി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യാതെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്നുകൂടി ഫ്രൈ ചെയ്താൽ എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ടൂത്ത് പിക്ക് മൊത്തത്തിലായിട്ട് ഞാൻ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനി ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചെയ്യാം. ഞാൻ എന്തായാലും ഇത് മാറ്റിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനിത് ഈ ഒരു ബൗളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. വേറെ വെളുത്തുള്ളി കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് കൂന്തലൊന്നും മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്യാനുള്ള ഒരു തിക്നെസ്, ഓവർ ലൂസാവാൻ വേണ്ട, ഓവർ തിക്കാവും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ റെഡി ആക്കിയിട്ട് ഇനിയിപ്പോൾ നമ്മുടെ കൂന്തലിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ച് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബാക്കിയും കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ അങ്ങനെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ട്. ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് കൂന്തൽ ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് സമയം ഇട്ടിട്ട് ഫ്രൈ ചെയ്യൊന്നും വേണ്ട കേട്ടോ. ആ ഒരു മുളകിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഡായി പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയായി എടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ പാൻ കൊണ്ട് തന്നെ ഇടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മുടെ കൂന്തൽ നിറച്ചത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇതാ കൂന്തൽ നിറച്ചത് നമ്മൾ ഫ്രൈ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും കൂന്തൽ വീട്ടിൽ കിട്ടുന്ന സമയത്ത് അരിപ്പൊടി കൊണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. നമുക്ക് സ്നാക്സ് ആയിട്ട് സെർവ് ചെയ്യുക, അല്ലെങ്കിൽ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ, നോമ്പിനൊക്കെ കൂടുതൽ പേര് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. കാരണം കൂടുതൽ എണ്ണ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു സ്നാക്കായിട്ട് സെർവ് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടിയും കാണിക്കുന്നുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കൂന്തലൊക്കെ. അപ്പോൾ ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂന്തൽ എന്തായാലും ഹാർഡായിപ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്